ഹലോ, അപ്പോൾ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേറൊന്നുമല്ല, എനിക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ അവർക്ക് വേണ്ടി വാങ്ങണം. എന്ത് ഗിഫ്റ്റ് വാങ്ങണം എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ള എല്ലാ ഐഡിയയും പ്ലാനും കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ, ഇന്ന് ഷോപ്പൊക്കെ തുറക്കുമോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ആകെപ്പാടുള്ള ടെൻഷൻ. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, എല്ലാം സെറ്റ് ആവുന്നതായിരിക്കും. ആദ്യം ഞാൻ വിചാരിച്ചതൊരു ഡ്രസ്സ് വാങ്ങാനാണ്. പിന്നെ ഞാൻ ആ ഡ്രസ്സിൻ്റെ ഐഡിയ അങ്ങ് മാറ്റി കേട്ടോ. ഞാൻ പിന്നെ വേറൊരു ഗിഫ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ എല്ലാം റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ വക ഒരു ഷോ ഓഫ് ഉണ്ടാവുമല്ലോ. പുതിയ ഡ്രസ്സ് ആവണമെന്നൊന്നുമില്ല, എന്നാലും നമ്മുടെ വകയുള്ള ഷോ ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ പഠിപ്പിച്ച പുതിയ ശീലങ്ങളാണ് കേട്ടോ. പുതിയതല്ല, മാരേജ് കഴിഞ്ഞിട്ടുള്ള ശീലങ്ങളാണ്. ഇല്ലെങ്കിൽ നമ്മൾ വാരിക്കുട്ടി എവിടെയെങ്കിലുമൊക്കെ തുണിയിട്ടിട്ട് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വലിയ കാര്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് എൻ്റെ ചെടിയിലൊരു ഇലയൊക്കെ പറഞ്ഞു പോയത്. അതിനുശേഷം ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ച് വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെരുപ്പാണ് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചത് എൻ്റെ ഔട്ട്ഫിറ്റിന്. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ പൂട്ടാൻ നോക്കുമ്പോഴാണ് ബാക്കിൽ കഥ അടച്ചിട്ടില്ലെന്ന് ഓർത്തത്. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയിട്ടാ. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ വേറെ ആരുമില്ല, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ പുറത്തേക്ക് പോയിരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടെ ആയിട്ട്. അപ്പം ഞാനും കൂടെ ആ വാതിലൊന്നും പൂട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ വാതിലൊക്കെ വന്ന് പൂട്ടിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ സ്കൂട്ടറിലല്ല പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. നമുക്ക് കുറേ സ്ഥലത്ത് കയറിയിട്ടൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടണ്ടേ. അപ്പോൾ കുറേ നടന്ന് കാലൊക്കെ വേദന എടുക്കുന്ന എനിക്ക് മനസ്സിലായതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഞാൻ എൻ്റെ സാധാ ചെരുപ്പെടുത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. കാല് വേദന എടുത്ത് വൈകുന്നേരം എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര ചൂടും വെയിലും തിരക്കും ഒക്കെ ആയിരുന്നു. ബസ് കുറേ നേരം കാത്തു നിന്നിട്ടാട്ടോ എനിക്ക് ബസ്സൊക്കെ കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, ബസ്സിലെ കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രെയിം ആട്ടോ എടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫ്രെയിമുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ട്, എൻ്റെയും ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള. അപ്പോൾ അതേ സെയിം ഫ്രെയിം തന്നെ എനിക്കത് വേണം എന്നൊരു നിർബന്ധമായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പം സെയിം ബ്ലാക്ക് ഫ്രെയിം വരുന്നത് എനിക്ക് കിട്ടിയില്ല, ബ്രൗൺ ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ രാമചന്ദ്രയിൽ പോയിട്ട് കുറച്ചൊന്ന് ഷോപ്പിംഗ് പരിപാടികളൊക്കെ നോക്കി. കഴിക്കാൻ വേണ്ടി 1-2 സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അതിനുശേഷം ഞാൻ വന്നത് ഒരു കോഫി കേക്ക്സ് എന്നൊന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് കേട്ടോ. അത് അവിടുത്തെ ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ഫ്രൂട്ട് സലാഡാണ് മേടിച്ചത് കേട്ടോ. എനിക്ക് ഫ്രൂട്ട് സലാഡ് തന്നെ ഭയങ്കര കൊതിയായി. അപ്പോൾ എൻ്റെ സോളോ ഡേറ്റ് ആണെന്നൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഞാനത് മേടിച്ച് ഞാൻ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്നറിയോ, ഫ്രൂട്ട് സലാഡ് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് ഇട്ട് നിറച്ചിട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ നിങ്ങളും വാങ്ങുകയാണെങ്കിൽ നല്ല ഫ്രൂട്ട്സ് ഇട്ട് തരാൻ പറയണം കേട്ടോ, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ, നമ്മുടെ ഫ്രെയിമുകൾ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് രാമചന്ദ്രയിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങയും കുറച്ച് മഷ്റൂമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീക്കെൻഡിലേക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ചേട്ടനും കൂടെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയുള്ള ഗൈസിൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.